ഫ്രണ്ട്സ്, വെൽക്കം ടു ദേവസ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. സെപ്റ്റംബർ 18 കേട്ടോ എൻ്റെ ബർത്ത്ഡേ. പോസ്റ്റ് ആക്കാൻ കുറച്ച് ലേറ്റായി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുലർച്ചെ 12 മണിക്ക് അച്ഛനും അമ്മയും എന്നെ വിളിച്ചുണർത്തി ഒരു വിഷും പിന്നെ ഗിഫ്റ്റും തന്നല്ലോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അച്ഛൻ്റെ അമ്മേൻ്റെനും കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ്. അച്ഛൻ എനിക്കൊരു ഗോൾഡ് കമ്മലാണ് മേടിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. താങ്ക് യു അച്ഛാ. ഇനി അടുത്തതാണ് അമ്മ എനിക്കൊരു വാച്ചാണ് മേടിച്ചത്. അതും ഞാൻ പ്രതീക്ഷിച്ചില്ല. അടുത്തതാണ് ഒരു വലിയ ഗിഫ്റ്റ്. നാട്ടിൽ നിന്ന് അമ്മമ്മയും മുത്തശ്ശനും ഒരു കമ്മല് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു റെഡ് കളർ ഇയറിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു അമ്മമ്മ ആൻഡ് മുത്തശ്ശ, ലവ് യു. ശരിക്കും എനിക്ക് അമ്മമ്മേനും മുത്തശ്ശനും നല്ല മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒന്നും മുത്തശ്ശനും അമ്മമ്മയ്ക്ക് വരാൻ കഴിഞ്ഞില്ല. സ്കൂളിലുള്ള കാരണം വൈകുന്നേരമായിരുന്നു ബർത്ത്ഡേ പാർട്ടി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേൻ്റെ തലേ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ റിഷാന ആൻറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാർജയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത്. ഞങ്ങൾ സ്കൂളിൽ വിട്ടതിന് ശേഷം അമ്മയും അരുണങ്ങളും ജഫ്നാൻ്റെയും കൂടിയിട്ട് ഹോൾ ഡെക്കറേറ്റ് ചെയ്തിട്ടോ. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ജഫ്നാൻ്റി ആൻഡ് അരുണങ്കൾ. അടുത്തതാണ് ഹെയർ സെറ്റിങ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു പാർലറിൽ പോയിട്ടാണ് ഞങ്ങൾ ഹെയറൊക്കെ സെറ്റാക്കിയത്. അവിടെയുള്ള ആൻറ്റിമാർക്ക് നല്ല കമ്പനിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് എൻ്റെ മുടി ഇങ്ങനെ കണ്ടപ്പോൾ. ഒരു ദിവസത്തേക്ക് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് എൻ്റെ ഹെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസ് എല്ലാവരും നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹോളിക്ക് ചെല്ലുമായിരുന്നു. ഞാൻ ഡോർ തുറന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തത്. അത് കാരണം പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ചെന്നപ്പോൾ മോൾട്ട് വില്യമ്മയും ഉണ്ണിക്കുട്ടനും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനൊരു സ്വയം ഉണ്ടാക്കിയൊരു ഗ്രീറ്റിംഗ് കാർഡ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഉണ്ണിക്കുട്ടാ. ഓപ്പോൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായും ദേവൂട്ടനും. ഓരോരുത്തർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ടൈം 6 o'clock ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് കേക്ക് കട്ടിയാന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അമ്മമ്മ വീഡിയോ കോളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മയോട് കുറേ നേരം സംസാരിച്ചു. ഇതാണ് കേട്ടോ വെൽക്കം ഡ്രിങ്ക്. വാട്ടർമെലൺ ആയിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്ക്. എല്ലാവരും എത്തിത്തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്.
അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം എത്തി. അമ്മേൻ്റെ ഫ്രണ്ട് ലെമി ആൻറ്റിയാണ് കേക്ക് ഡിസൈൻ ചെയ്ത് തന്നത്. അമ്മേൻ്റെ കൂടെ +2 മുതൽ പഠിച്ചിരുന്ന ഫ്രണ്ടാണ് ലെമി ആൻറ്റി. ബൈ ദ വൈ ദ കേക്ക് വാസ് സോ ടേസ്റ്റി. താങ്ക് യു ലെമി ആൻറ്റി ഫോർ എ യമ്മി കേക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അതിൻ്റെ ശേഷം ഡാൻസും പാട്ടുമായിരുന്നു. എല്ലാവരും നല്ല ചില്ലിങ് ആയിരുന്നു. ഫ്രണ്ട്സും നല്ല പോലെ എൻജോയ് ചെയ്തു. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് നൗഫൽ അങ്കിളും നീതു ആൻറ്റിയും. നീതു ആൻറ്റി മെട്രോപൊളിറ്റനിലുള്ള ഒരു ടീച്ചറാണ്. ഇതൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. അച്ഛൻ ദുബായിൽ വന്നതിൻ്റെ ശേഷമുള്ള ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവരൊക്കെ. എല്ലാ അങ്കിൾമാരും വന്നു, ഒരുപാട് സന്തോഷമായി. ഇതും അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, സാദിഖങ്ങളും പിന്നെ സാദിഖങ്ങളുടെ ഫാമിലിയും. ഇനിയാണ് മെയിൻ താരം ഫുഡിങ്. നെയ്ച്ചോറ്, ചിക്കൻ കറി, ബീഫ്, ചിക്കൻ 65, നെയ്പത്തല്, പൊറോട്ട, ഇടിയപ്പം, വെജ് കുർമ, സലാഡ്, അച്ചാർ. അടിപൊളി ഫുഡായിരുന്നു. വന്നവർക്ക് എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ലേറ്റായിട്ടാണ് വീട്ടിലൊക്കെ എത്തിയത്. എനിക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റും ഞാൻ അൺബോക്സ് ചെയ്തു. ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക് യു ഗിഫ്റ്റൊക്കെ തന്നതിന്.
അതിനേക്കാൾ കൂടുതൽ നിങ്ങളെൻ്റെ ബർത്ത്ഡേക്ക് വന്ന് കളർഫുൾ ആക്കിയതിനും ഒരു താങ്ക് യു. എക്സാം അടുക്കാറായിട്ട് പോലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസും എല്ലാവരും എൻ്റെ ബർത്ത്ഡേ കളർഫുൾ ആക്കിയതിനൊരു താങ്ക്സ്. പിന്നെ എന്നെ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും എന്നെ വിഷ് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.